പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. വാക്കുകൾ വിത്തായി വിളയിക്കുവാൻ വേണം വിദ്യാലയം, പൊതുവിദ്യാലയം. ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? 5 മുതൽ +2 വരെയുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പിൽ. ഇതു പാഠശാല, ഇതു ധർമ്മശാല. ഓക്കേ, ഇനി നമുക്ക് തുടങ്ങാം. നമ്മുടെ അടുത്ത പാർട്ട് ഏതാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ആണ് മൊത്തം പഠിച്ചു. നമ്മൾ പഠിച്ചത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആണിന്റെ ഗ്യാമീറ്റ് പെണ്ണിന്റെ ഗ്യാമീറ്റുമായിട്ട് കൂടിച്ചേരണ്ടേ? വേണ്ടേ? ആണിന്റെ ഗ്യാമീറ്റ് പെണ്ണിന്റെ ഗ്യാമീറ്റുമായിട്ട് കൂടിച്ചേരണം അല്ലെ? അപ്പൊ ആണിന്റെ ഗ്യാമീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ആണിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റേമൻ വെച്ചാണ്. അപ്പൊ നമ്മൾ ആൻഡ്രീഷ്യം പഠിച്ചു, സ്റ്റേമൻ പഠിച്ചു. സ്റ്റേമന്റെ ഒരു ബൈലോബിഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, എന്തായിരുന്നു അതിന്റെ പേര്? ആന്തർ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ആന്തർ പഠിച്ചു അല്ലെ? ആന്തറിന്റെ ലെയറും കോളനീസും ഉണ്ടാവുന്ന ഫ്ലോ ചാർട്ടും പഠിച്ചു. ഒന്ന് ഓർക്കുക അതൊക്കെ കേട്ടോ. എന്താ ഇനി അടുത്ത പഠിച്ചേ? ആന്തറിനകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? പോളൻ ഗ്രെയിൻസ് പഠിച്ചു. എക്സൈനും ഇന്ത്യയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ ആണല്ലോ. പിന്നെന്താ പഠിച്ചത്? ആ പോളൻ ഗ്രെയിൻസിനാണ് മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നതെന്ന് പഠിച്ച് മെയിൽ നമ്മൾ നിർത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു പൂവ് കണ്ടാൽ അതിൽ ഫീമെയിൽ ഏതാണെന്ന് തിരിച്ചറിയണം. +1 പഠിച്ചതല്ലേ? എങ്ങനെയാ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്ലവർ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട് ഉണ്ട്. ഇതെല്ലാം ഞാൻ വരച്ചിരിക്കുന്ന എല്ലാം ഫീമെയിൽ ഫ്ലവറിന്റെ പടമാണ്. അപ്പൊ ഒരു പൂവ് ഫീമെയിൽ ആണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ സാധനം ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. ഈ പാർട്ടിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് കോൾഡ് ഗൈനീഷ്യം. എന്താ വിളിക്കുന്നു? ഗൈനീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതായിരുന്നു? ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഗൈനീഷ്യം. ഓക്കെ ആണ്? ഓക്കെ ആണ്? ഗൈനീഷ്യം. അത് മൊത്തത്തിൽ വിളിക്കുന്ന പേരല്ലേ ഗൈനീഷ്യം? ഒരെണ്ണത്തെ വിളിക്കുന്ന പേരെന്താണ്? കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ. എന്ത് വിളിക്കുന്നു? കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് കോൾഡ് ഗൈനീഷ്യം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. ഓക്കെ ആണല്ലോ? നോക്കിയേ, ഈ പൂവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഈ പൂവിൽ എത്ര കാർപ്പൽ ഉണ്ട് അല്ലെങ്കിൽ എത്ര പിസ്റ്റിൽ ഉണ്ട്? ഒരു കാർപ്പൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റിൽ. ഇവിടെ രണ്ടുണ്ടല്ലേ? ചിലപ്പോ അത് 3 ആകാം, ചിലപ്പോ 4 ആകാം, 5 ആകാം, എന്തോ ആയിക്കോട്ടെ. ഒരു പൂവിൽ ഒരു കാർപ്പലേ ഉള്ളെങ്കിൽ അത്തരത്തിലുള്ള പൂക്കളെ വിളിക്കുന്ന പേരാണ് മോണോകാർപ്പിലറി ഫ്ലവേഴ്സ്. ഒരു പൂവിൽ ഒരു കാർപ്പലേ ഉള്ളൂ എങ്കിൽ അത്തരത്തിൽ
കാർപ്പിലറി ഫ്ലവർ. ഓക്കെ ആണല്ലോ. ഈ പൂവിനെ നോക്കിയേ, ഒരു പൂവിനകത്ത് രണ്ട് കാർപ്പൽ. അങ്ങനെയുള്ള പൂക്കളെ വിളിക്കുന്ന പേരാണ് മൾട്ടി കാർപ്പിലറി ഫ്ലവർ. അല്ലെ, മൾട്ടി എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലുള്ളതിനെ നമ്മൾ മൾട്ടി എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ എന്തുണ്ടെങ്കിൽ, കാർപ്പൽ ഉണ്ടെങ്കിൽ. അപ്പൊ മൾട്ടി ഒന്നിൽ കൂടുതൽ, കാർപ്പൽ ഉണ്ടെങ്കിൽ മൾട്ടി കാർപ്പിലറി. ഓക്കെ ആണല്ലോ. ഒരു പൂവിൽ ഒരു കാർപ്പലേ ഉള്ളൂ എങ്കിൽ മോണോ കാർപ്പിലറി. ഒരു പൂവിൽ ഒന്നിൽ കൂടുതൽ കാർപ്പൽ ഉണ്ടെങ്കിൽ മൾട്ടി കാർപ്പിലറി. സെറ്റ് ആണല്ലോ. ഇതെന്താ? മൾട്ടി കാർപ്പിലറിയാണ്. ഇതെന്താ? മൾട്ടി കാർപ്പിലറിയാണ്. ഈ പൂ എന്താ? മൾട്ടി കാർപ്പിലറിയാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? മോണോ കാർപ്പിലറി ഫ്ലവേഴ്സ് ആണ്. നമ്മൾ പറയുന്നു ഒരു ബെഞ്ചിൽ ഒരു പെൺകുട്ടിയെ ഉള്ളെങ്കിൽ ആ ബെഞ്ചിനെ എന്താ വിളിക്കാം? മോണോ കാർപ്പിലറി. ഒരു ബെഞ്ചിൽ ഒരു 2, 3, 4, 5 കുട്ടികൾ ഇരിക്കുന്നു, ആ ബെഞ്ചിനെ എന്ത് വിളിക്കാം? മൾട്ടി കാർപ്പിലറി എന്ന് വിളിക്കാം. ആ പെൺകുട്ടിയെ നമ്മൾ കാർപ്പലായിട്ട് എടുത്താൽ ആ ബെഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി കാർപ്പിലറി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേറെ കാര്യം ചോദിച്ചോട്ടെ. ആ 2 പെൺകുട്ടികള് അല്ലെങ്കിൽ 2 കാർപ്പലുകള് കണ്ടോ, ഒന്നുകിൽ ഒട്ടിയിരിക്കാം. ഇവിടുത്തെ 3 വരച്ചിട്ടുണ്ട്. ഒട്ടിയിരിക്കാം. 2 കൂടുതൽ അല്ലെങ്കിൽ എന്താ, 2 അതിൽ കൂടുതലാണെങ്കിൽ എന്താണ്? മൾട്ടിയാണ്. അത് ഒട്ടിയിരിക്കാം. പിന്നെ എങ്ങനെ ഇരിക്കാം? ഫ്രീ ആയിട്ട് ഇരിക്കാം. അപ്പൊ കാർപ്പലുകൾ ഒട്ടിയിരിക്കാം, അതുപോലെ കാർപ്പലുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് ഇരിക്കാം അല്ലെ. കാർപ്പലുകൾ ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിൻകാർപ്പസ്. അപ്പൊ നമുക്ക് മൾട്ടി കാർപ്പിലറിയെ എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. കാർപ്പലുകൾ ഒട്ടിയിരുന്നാൽ സിൻകാർപ്പസും, കാർപ്പലുകൾ ഫ്രീ ആയിട്ടിരുന്നാൽ അപ്പോകാർപ്പസ്. എന്ന് വെച്ചാൽ പരസ്പരം ഒട്ടാതെ ഇരുന്നാൽ അപ്പോകാർപ്പസ്. ഒരു ബെഞ്ചിൽ 2 പെൺകുട്ടികള് അവര് ടച്ച് ചെയ്തിരുന്നാൽ സിൻകാർപ്പസ്, അവര് ഫ്രീ ആയിട്ടിരുന്നാൽ അപ്പോകാർപ്പസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത്? ഒരു പൂവിൽ ഒന്നിൽ കൂടുതൽ കാർപ്പൽ ഉണ്ടെങ്കിൽ മൾട്ടി കാർപ്പിലറി. ഇറ്റ് മേ ബി ഫ്യൂസ്ഡ് കാൾഡ് സിൻകാർപ്പസ്. ഇറ്റ് മേ ബി ഫ്രീ കാൾഡ് അപ്പോകാർപ്പസ്. അപ്പൊ ഇന്ന് ആകെ പറഞ്ഞ പോയിന്റ് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് കാൾഡ് ഗൈനീഷ്യം. It is made of carpel or pistil. If a flower has only one carpel, called monocarpellary flower. If a flower has more than one carpel present, called multicarpellary flower. If more than one carpel present, it may be fused, called syncarpus. If more than one carpel present, it may be free, called apocarpus. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് പോകാം? ആ പെൺപൂവിനെ നമുക്ക് എന്താ എത്തേണ്ടത്? പെൺപൂവിന്റെ എവിടെയാ എത്തേണ്ടത്? ആണിന്റെ പോളങ്ങേസ് വരെത്തിയില്ലേ, അതുപോലെ പെൺപൂവിന്റെ എഗ്ഗ് വരത്താം. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എവിടെയാണ് എഗ്ഗ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ഒരു പെൺപൂവിന് 3 പാർട്ടാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1 സ്റ്റിഗ്മ, 2 സ്റ്റൈല്, 3 ഓവറി. എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഒരു പെൺപൂവിന്റെ 3 പാർട്ടാണ് സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി അല്ലെ. അപ്പൊ എഗ്ഗ് എന്തെങ്കിലും ചോദിച്ചാൽ എഗ്ഗ് ഇരിക്കുന്നത് ഈ ഓവറിക്കകത്ത് ഒരുപാട് അകത്താണ് എന്തിരിക്കുന്നത്? എഗ്ഗ് ഇരിക്കുന്നത്. ഓവറിയുടെ ഒരുപാട് അകത്താണ് എന്തിരിക്കുന്നത്? എഗ്ഗ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ എഗ്ഗ് ഏറ്റവും താഴെയാണ് ഇരിക്കുന്നത്, ഏറ്റവും അകത്താണ് ഇരിക്കുന്നത്. സോ ഒരു ഫീമെയിൽ ഫ്ലവർ എടുത്താൽ സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. ഓവറിക്ക് അകത്താണ് എന്തിരിക്കുന്നത്? എഗ്ഗ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ എഗ്ഗുമായിട്ടാണ് ആര് കൂടിച്ചേരേണ്ടത്? നമ്മുടെ മെയിൽ ഗാമീറ്റ് കൂടിച്ചേരേണ്ടത്. പക്ഷെ എങ്ങനെ കൂടിച്ചേരും? എഗ്ഗ് ഒരുപാട് അകത്തിരിക്കുമല്ലേ. ഏതുവഴി കയറും? ഓവറി എല്ലാം ക്ലോസ്ഡ് ആണ് അല്ലെ. ഇതുവഴി ഒന്നും കയറാൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മെയിൽ ഗാമീറ്റ് എഗ്ഗുമായി കൂടിച്ചേരേണ്ടത്? എങ്ങനെ കൂടിച്ചേരും? എവിടെ എത്തണം? ആന്തർ പൊട്ടിയിട്ട്. എന്തിനാ ആന്തർ പൊട്ടുന്നത്? ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത് അല്ലെ. ആന്തർ പൊട്ടിയിട്ട് ആ പോളൻ ഗ്രെയിൻസ് എവിടെ വരണം? സ്റ്റിഗ്മയിൽ വരണം. എവിടെ വരണം? സ്റ്റിഗ്മയിൽ
വരണം. അപ്പൊ എന്താണ് സ്റ്റിഗ്മ എന്ന് വെച്ചാൽ? സ്റ്റിഗ്മ ഈസ് ദ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ്. സ്റ്റിഗ്മ ഈസ് ദ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം. പോളൻ ഗ്രെയിൻസിന് ലാൻഡ് ചെയ്യാൻ വന്നിറങ്ങുവാനുള്ള സ്ഥലമാണ് എന്ത്? സ്റ്റിഗ്മ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പിന്നെ എന്താ പറഞ്ഞത്? താഴെ ഒരു ട്യൂബ് കണ്ടോ? ആ ട്യൂബിന്റെ പേരെന്താണ്? സ്റ്റൈല്. എന്താണ്? സ്റ്റൈല്. സോ സ്റ്റൈൽ ഈസ് എ ലോങ് ട്യൂബ് പ്രസന്റ് ബിനീത്ത് ദ സ്റ്റിഗ്മ. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ നിന്നും സ്റ്റൈല് വഴിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അല്ലേ? സ്റ്റൈൽ ഈസ് ദ ലോങ് ട്യൂബ് പ്രസന്റ് ബിനീത്ത് ദ സ്റ്റിഗ്മ. ഓക്കെ ആണല്ലോ? അതിന്റെ ബേസൽ എൻലാർജ്ഡ് പോർഷൻ, അതിന്റെ താഴ്ഭാഗത്ത് കാണപ്പെടുന്ന ബേസൽ എൻലാർജ്ഡ് വീർത്തിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഓവറി. എന്ത് വിളിക്കുന്നു? ഓവറി. ഇത്ര ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പ്ലസ് 1 പഠിച്ചത് അത്രേ ഉള്ളായിരുന്നു. സ്റ്റിഗ്മ സ്റ്റൈല് ഓവറി, അതിനകത്ത് എഗ് ഇരിക്കുമെന്നും പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് നോക്കണം. ഓക്കെ ആണല്ലോ? അങ്ങനെ ഓവറിക്കകത്ത് നേരിട്ട് എഗ്ഗിരിക്കുമല്ല. ഞാൻ പറഞ്ഞപ്പോഴേ പറഞ്ഞില്ലേ ഓവറിയുടെ ഒരുപാട് ഉള്ളിലായിട്ടാണ് എഗ്ഗിരിക്കുന്നതെന്ന്. നമുക്ക് നോക്കാം. ഇതെന്താണ്? സ്റ്റിഗ്മ. ഇതെന്താണ്? സ്റ്റൈല്. ഇതെന്താണ്? ഓവറി. ഓവറിക്കകത്ത് ഒരു അറയുണ്ട്. ആ അറയുടെ പേരാണ് ഒവേറിയൻ ക്യാവിറ്റി. അപ്പോൾ ഓവറിക്കകത്ത് എഗ്ഗല്ല, ഓവറിക്കകത്ത് ഒവേറിയൻ ക്യാവിറ്റി എന്ന ഒരു അറയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്നാൽ ഒവേറിയൻ ക്യാവിറ്റിക്ക് വേറെ ഒരു ചേംബർ ഉണ്ട്, അല്ലെ വേറെ ഒരു അറയുണ്ട്. അതിന്റെ പേരാണ് പ്ലാസെന്റ. എന്ത് വിളിക്കും? പ്ലാസെന്റ. അല്ലെ? ഈ വർഷം നമ്മൾ കൂട്ടി പഠിക്കുകയാണ് അല്ലെ? എങ്ങനെ? ഓവറി ഉണ്ട്. ഓവറിക്കകത്ത് എന്താ രണ്ടാമത്തെ അറയുടെ പേര്? ഒവേറിയൻ ക്യാവിറ്റി. എന്താണ്? ഒവേറിയൻ ക്യാവിറ്റി. മൂന്നാമത്തെ അറയുടെ പേരെന്താണ്? പറഞ്ഞോളൂ. പ്ലാസെന്റ. എന്താണ്? പ്ലാസെന്റ. എങ്കിൽ നാലാമത്തെ അറയുടെ പേരെന്താണ്? അതാണ് ഓവ്യൂള്. നാലാമത് എന്താണ്? ഓവ്യൂള്. കേട്ടിട്ടുണ്ടല്ലോ? പ്ലസ് 1 പഠിച്ചെന്താ? ഓവറിക്കകത്ത് ഓവ്യൂളെന്നാ അല്ല. ഞാൻ പറയുവാണ് എഗ്ഗിരിക്കുന്നത് ഒരു ക്ലാസ് എടുത്താൽ എഗ്ഗിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചിലാണ് നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ബെഞ്ച് ഓവറി, സെക്കൻഡ് ബെഞ്ച് ഒവേറിയൻ ക്യാവിറ്റി, അല്ലെ? തേർഡ് ബെഞ്ച് പ്ലാസെന്റ, ഫോർത്ത് ബെഞ്ച് ഓവ്യൂള്. ഇങ്ങനല്ലേ പോന്നെ? ലാസ്റ്റ് വരെ ചെല്ലണം. നമുക്കപ്പോ എഗ്ഗിനകത്ത് എവിടെയും കാണും. നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? സ്റ്റിഗ്മ സ്റ്റൈല് ഓവറിക്കകത്ത് ഒവേറിയൻ ക്യാവിറ്റി, ഒവേറിയൻ ക്യാവിറ്റിക്കകത്ത് പ്ലാസെന്റ, പ്ലാസെന്റയ്ക്കകത്ത് ഓവ്യൂള്, ഓവ്യൂളിനകത്ത് എഗ്ഗല്ല എംബ്രിയോ സാക്ക്. ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക്. അപ്പൊ അഞ്ചാമത് എന്താണ്? എംബ്രിയോ സാക്ക്. കിടക്കുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്ന എഗ്ഗ് എവിടെയാണ്? എംബ്രിയോ സാക്കിനകത്താണ് എഗ്ഗിരിക്കുന്നത്. എഗ്ഗിരിക്കുന്നത് എവിടെയാണ്? എംബ്രിയോ സാക്കിനകത്താണ് എഗ്ഗിരിക്കുന്നത്. കണ്ടോ? ആണിന് ഇത്ര പ്രയാസമില്ലായിരുന്നു. ഒരു ആൺദൃശ്യമുണ്ട്, ഒരു സ്റ്റേമൻ ഉണ്ട്, അല്ലെ? സ്റ്റേമൻ എന്തൊക്കെയുണ്ട്? ഫിലമെന്റും ഉണ്ട്, ആന്തറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെ കുറിച്ച് പഠിച്ചു? ആന്തർ പഠിച്ചു. ആന്തറിനകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ട്, പോളൻ ഗ്രെയിൻസ് പഠിച്ചു. അവിടെ തീർന്നു. എന്നാൽ ഫീമെയിലിന്റെ എഗ്ഗ് വരെ എത്തുവാൻ എത്ര ലെയർ കഴിഞ്ഞ് വേണം പോളൻ ഗ്രെയിൻസ് വരെ? നോക്കിക്കോ. സ്റ്റിഗ്മയിൽ വന്നിറങ്ങുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റൈല് വഴി വന്നിട്ട് ഓവറിക്കകത്തുകൂടെ, ഒവേറിയൻ ക്യാവിറ്റിക്കകത്തുകൂടെ, പ്ലാസെന്റയ്ക്കകത്തുകൂടെ, ഓവ്യൂളിനകത്തുകൂടെ, എംബ്രിയോ സാക്കിനകത്തുകൂടെ എവിടെ എത്തണം? എഗ്ഗിലെത്തണം. അല്ലേ? അപ്പൊ നമുക്ക് ഇനി എന്തോ പഠിക്കണ്ടേ? നമ്മൾ മറ്റേതിന്റെ കൂട്ട് പഠിച്ച് എഗ്ഗ് വരെ എത്തണ്ടേ? അല്ലെ? മറ്റേത് പഠിച്ച് പോളൻ ഗ്രെയിൻസ് വരെ എത്തി, ഇത് പഠിച്ച് എഗ്ഗ് വരെ എത്തണ്ടേ? സ്റ്റിഗ്മ നമ്മൾ പഠിച്ചു. ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻ. സ്റ്റൈൽ ഈസ് എ ലോങ് ട്യൂബ് പ്രസന്റ് ബിനീത്ത് ദ സ്റ്റിഗ്മ. ഓവറി ഈസ് ദ ബേസൽ എൻലാർജ്ഡ് പോർഷൻ. ഇൻസൈഡ് ദ ഓവറി ഒവേറിയൻ ക്യാവിറ്റി ഈസ് സീൻ. അല്ലെ? പക്ഷെ ഒവേറിയൻ ക്യാവിറ്റിയെ കുറിച്ച് നമുക്കൊന്നും പഠിക്കാനില്ല. അതിനകത്ത് പ്ലാസെന്റയെ കുറിച്ച് നമുക്കൊന്നും പഠിക്കാനില്ല. നമുക്കിനി പഠിക്കേണ്ട എന്താണ്? ഓവ്യൂള് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ചുമ്മാതെ വന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഓവ്യൂള് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പറ്റില്ല.
എന്തിന് ഓവ്യൂൾ പഠിക്കുന്നു? എഗ് ഇരിക്കുന്ന ഓവ്യൂളിനകത്ത്. അപ്പൊ അടുത്ത ഏതാ പഠിക്കുന്നത്? എംബ്രിയോ സാക്ക് പഠിക്കണം. എന്നിട്ടാണ് ഏത് പഠിക്കുന്നത്? എഗ് പഠിക്കുന്നത്. അപ്പൊ ഫീമെയിൽ കഴിയും. ഓക്കെ ആണല്ലോ. എങ്കിൽ നമ്മുടെ അടുത്ത ടോപ്പിക് ഏതാണ്? ഓവ്യൂൾ. നമുക്ക് എങ്ങോട്ട് പോകാം? ഓവ്യൂൾ എന്ന ടോപ്പിക്കിലേക്ക് പോകാം. അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഓവറിക്കകത്ത് ഒവേറിയൻ ക്യാവിറ്റി, അത് പഠിക്കാനൊന്നുമില്ല. ഒവേറിയൻ ക്യാവിറ്റി അത് പ്ലാസെന്റ, പഠിക്കാനൊന്നുമില്ല. അതൊരു അറ മാത്രമാണ്, ഒരു അറ മാത്രമാണ് അല്ലെ. പക്ഷെ അതിനകത്ത് എന്താണ്? ഓവ്യൂള്. അപ്പൊ അടുത്ത് നമ്മൾ ഏത് പഠിക്കുന്നു? ഓവ്യൂൾ. ഒന്ന് ചോദിച്ചോട്ടെ, ഓവ്യൂളിന്റെ പുറത്തുള്ള ലെയർ ഏതാ? പ്ലാസെന്റ അല്ലെ. അപ്പൊ ഓവ്യൂളിന്റെ പുറത്ത് പ്ലാസെന്റ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഓവ്യൂളിന്റെ പടം ഞാൻ ഈ ബോർഡിൽ ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ ഓവ്യൂളിന്റെ പടം. എങ്ങനെയാണ് ഓവ്യൂൾ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈ ഓവ്യൂളിന്റെ പുറത്ത് ഒരു ആവരണം വരുമല്ലോ, അതേതാ? പ്ലാസെന്റ ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം, കാരണം നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുമ്പോൾ വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ വരച്ചേക്കുന്നത് എന്തിന്റെ പടമാണ്? ഓവ്യൂളിന്റെ പടമാണ് അല്ലെ. ഇത് പ്രീവിയസ് ആണ്, ലാബിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പടം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഓവ്യൂളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അല്ലെ. ഞാൻ പറയുന്നത് മാത്രം നോക്കാം, ബാക്കി എഴുതിയിട്ട് കിടക്കട്ടെ. ആദ്യം പറയുന്നു ഫ്യൂണിക്കിൾ. കണ്ടോ? ഓവ്യൂളിൽ ഒരു തണ്ടുണ്ട്, ഒരു തണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന വാക്ക് തന്നെ. ഓവ്യൂളിന് സ്റ്റോക്ക് ഉണ്ട് അല്ലെ. സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂള്. ഓവ്യൂൾ എന്തുണ്ട്? ഒരു തണ്ട്, ഒരു സ്റ്റോക്ക് ഉണ്ട് അല്ലെ. ആ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്യൂണിക്കിൾ. സോ എങ്ങനെ പറയാം? സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ കാർഡ് ഫ്യൂണിക്കിള് അല്ലെ. ഈ ഫ്യൂണിക്കിളിന്റെ ജോലി എന്താ? നമ്മുടെ ഓവ്യൂളിനെ, അതിന് പുറത്തുള്ള ആവരണം ഏതാന്ന് പറഞ്ഞത്? പ്ലാസെന്റ അല്ലെ. ഓവ്യൂളിനെ പ്ലാസെന്റയുമായി കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കാണ് ഫ്യൂണിക്കിൾ. ആ ഒരു തണ്ടാണ് ഫ്യൂണിക്കിൾ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പഠിച്ചേ? സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ എന്താ? ഫ്യൂണിക്കിൾ. നമ്മൾ പഠിക്കുന്നത് ഓവ്യൂളിന്റെ പടമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഓവ്യൂളിന് മറ്റൊരു പേരുകളുണ്ട് കേട്ടോ. മെഗാസ്പൊറാഞ്ചിയം. തെറ്റിപ്പോവനെ, മൈക്രോസ്പൊറാഞ്ചിയം ഒന്നും അല്ലേ, മെഗാസ്പൊറാഞ്ചിയം അല്ലെ. ഫീമെയിൽ വരുമ്പോ മെഗാ എന്ന് പറയാം. മെഗാസ്പൊറാഞ്ചിയം എന്തിന്റെ മറ്റൊരു പേരാണ്? ഓവ്യൂളിന്റെ അല്ലെ. ചിലപ്പോ ഇങ്ങനെയും ചോദിക്കുന്നേ, താഴെ ഒരു മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഫിഗർ തരുന്നു, ലേബലിന്റെ ഫോളോയിങ് പാർട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മെഗാസ്പൊറാഞ്ചിയം എന്തിന്റെ മറ്റൊരു പേരാണ്? ഓവ്യൂളിന്റെ. നമുക്കിപ്പോ ഇങ്ങനെ പഠിക്കാം ഓവ്യൂള്. ഓവ്യൂളിൽ എന്തുണ്ട്? ഒരു തണ്ടുണ്ട്. ഓവ്യൂളിന്റെ തണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിള്. എന്ത് വിളിക്കും? ഫ്യൂണിക്കിള്. ഓവ്യൂളിന്റെ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്യൂണിക്കിള് അല്ലെ. ഓവ്യൂള് അറ്റാച്ച്ഡ് വിത്ത് ആരുമായിട്ടാ? പ്ലാസെന്റ ബൈ എ സ്റ്റോക്ക് കാർഡ്. ഓവ്യൂള് അറ്റാച്ച്ഡ് വിത്ത് പ്ലാസെന്റ ബൈ എ സ്റ്റോക്ക്, ഒരു തണ്ടിനാൽ, STALK, ഒരു സ്റ്റോക്കിനാൽ, തണ്ടിനാൽ. ആ തണ്ടിന്റെ പേരാണ് എന്ത്? ഫ്യൂണിക്കിൾ. കഴിഞ്ഞല്ലോ. ഒരു പാർട്ട് പഠിച്ചല്ലോ ഓവ്യൂളിന്റെ. രണ്ടാമത്തെ പാർട്ട് കണ്ടോ? ഈ ഒരു ജംഗ്ഷൻ, ഈ ഒരു സ്ഥലം, ഈ ഒരു സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഹൈലം. HILUM, ഹൈലം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹൈലം എന്ന് നോക്കാം. ഇതെന്താണ്? അത് ഫ്യൂണിക്കിൾ ആണ്. താഴോട്ട് എന്താണ്? ഓവ്യൂൾ ആണ് അല്ലെ. ഒന്നുകൂടെ കേട്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫ്യൂണിക്കിൾ, താഴോട്ടുള്ള പാർട്ട് ഓവ്യൂൾ. എങ്കിൽ എന്താണ് ഹൈലം? അത്രേ ഉള്ളൂ. എന്ത്? ഫ്യൂണിക്കിളും ഈ ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന റീജിയൻ ആണ് എന്ത്? ഹൈലം. എന്താ പറഞ്ഞത്? ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഹൈലം. തെറ്റിപ്പോയത്. അപ്പൊ ഫ്യൂണിക്കിൾ എന്താണ്? ഓവ്യൂളും പ്ലാസെന്റയുമായി ചേരുന്ന റീജിയൻ ആണ് ഹൈലം. സോറി, ഫ്യൂണിക്കിള്. എന്താ പറഞ്ഞത്? ഓവ്യൂളും പ്ലാസെന്റയുമായി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്ത്? ഓവ്യൂളിന് ചുറ്റുമുള്ള ആവരണം ഏതാ? പ്ലാസെന്റ. അപ്പൊ പ്ലാസെന്റയ്ക്കകത്താണ് ആര് പിടിച്ചു കിടക്കുന്നത്? ഓവ്യൂള്. ആ പിടുത്തത്തെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞത്? ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഹൈലം. അപ്പൊ എന്താണ് ഹൈലം എന്ന് ചോദിച്ചാൽ ജംഗ്ഷൻ ബിറ്റ്വീൻ, പറഞ്ഞു, ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ്
ഓവ്യൂള്. ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈലം. അതിന് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2-3 റോഡുകൾ ചേരുന്നതല്ലേ ജംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹൈലം. ഓക്കെ, അപ്പൊ എങ്ങനെ പറയും ഇംഗ്ലീഷില്? ഹൈലം ഈസ് എ റീജിയൻ വേർ ഫ്യൂണിക്കിള് ഫ്യൂസസ് വിത്ത് ഓവ്യൂള്. ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിൽ ചേരുന്ന റീജിയൻ ആണ് ഹൈലം. വേറെ എങ്ങനെ പറയാം? ഹൈലം ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ഓവ്യൂള്. ഹൈലം എന്ന് പറഞ്ഞാൽ ഫ്യൂണിക്കിളും ഓവ്യൂളിന്റെയും ഇടയ്ക്കുള്ള ജംഗ്ഷൻ ആണെന്ത്? ഹൈലം. ഓക്കെ ആണല്ലോ. ഇനി നോക്കാമെങ്കിൽ ഓവ്യൂളിന് 1-2 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. നമ്മൾ പറഞ്ഞു ആന്തറിന് 4 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അല്ലെ? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. പോളമിൻസിന് 2 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അല്ലെ? എക്സൈനും ഇന്റൈനും. അതുപോലെ ഓവ്യൂളിന്റെ ചുറ്റുമുള്ള പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്യുമെന്റ്സ്, അല്ലെ? അപ്പൊ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആണെന്ത്? ഇന്റഗ്യുമെന്റ്സ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി ഈ നടുക്കിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓവ്യൂളിനകത്ത് എന്താണെന്ന് പറഞ്ഞു? എംബ്രിയോ സാക്ക്. എങ്കിലും ഓവ്യൂളിന്റെ നടുക്കിരിക്കുന്ന സ്ട്രക്ചറിന്റെ പേരെന്താ? എംബ്രിയോ സാക്ക്. എന്താണ്? എംബ്രിയോ സാക്ക്. അറിയാവുന്നത് എംബ്രിയോ സാക്കാണ്. എംബ്രിയോ സാക്കിനകത്താണ് ആയിരിക്കുന്നത്? നമ്മുടെ ഇരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എംബ്രിയോ സാക്ക് എടുത്ത് പഠിക്കാനുണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് പഠിക്കാം. നമുക്ക് ഇപ്പൊ എന്ത് പഠിക്കാം? ഓവ്യൂളിന്റെ നടുക്ക് എംബ്രിയോ സാക്ക്. ഒരു പോയിന്റിലേക്ക് എംബ്രിയോ സാക്കിന് ചുറ്റുമായിട്ട് കുറെ സെല്ലുകൾ കാണുന്നുണ്ട്. ഇവിടെ നിറച്ച് കുറെ സെല്ലുകളാണ് എംബ്രിയോ സാക്കിന് ചുറ്റും. അതായത് ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്കിന് വെളിയിലായിട്ട് കുറെ സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എന്താ പറഞ്ഞത്? ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്കിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ഓക്കെ ആണല്ലോ. ന്യൂസെല്ലസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സെല്ലുകളാണ്. കാരണം അത് ഭയങ്കര പോഷകമാണ്, നറിഷ്മെന്റ് കൊടുക്കും. ഈ എംബ്രിയോ സാക്കിന് വളരുവാൻ ആവശ്യമായ എല്ലാ നറിഷ്മെന്റും ഉള്ള സെല്ലാണെന്ത്? ന്യൂസെല്ലസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണെന്ത്? ഒരു ഓവ്യൂളിന്റെ പടം. ഓവ്യൂളിന്റെ ഈ ഭാഗം തുറന്നിരിക്കുക. അതെന്തിനാ അവിടെ തുറന്നു വെച്ചേക്കുന്നേ? അതിനവിടെ തുറന്നു വെച്ചേക്കുന്നേ? ആലോചിച്ച് നോക്ക്. പോളഗ്രെയിൻസ് വന്നിട്ട് ഈ ഫിഗറോട് നോക്കിയേ. സ്റ്റിഗ്മ സ്റ്റൈല് ഓവറി വഴി, ഒവേറിയൻ ക്യാവിറ്റി വഴി, പ്ലാസന്റ വഴി, ഓവ്യൂള് വഴി, എംബ്രിയോ സാക്ക് വഴി എഗ്ഗിലെത്തണ്ടേ? അങ്ങനെ വരണമെങ്കിൽ അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പോളഗ്രെയിൻസിന് താഴോട്ട് വരാൻ വഴിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓവ്യൂളിന് ഒരു തുറന്നിരിക്കുന്ന റീജിയൻ ഉണ്ട്. ആ തുറന്നിരിക്കുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈല്. ഓവ്യൂളിന്റെ തുറന്നിരിക്കുന്ന റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? മൈക്രോപൈല്, അല്ലെ? അതിന്റെ ഓപ്പോസിറ്റോ? അതടഞ്ഞിരിക്കും, അല്ലെ? ഓപ്പോസിറ്റിനെ വിളിക്കുന്ന പേര് ചലാസ. ഒന്നുമില്ല, തുറന്നിരിക്കുന്ന അറ്റത്തെ മൈക്രോപൈൽ അറ്റമെന്നും അടഞ്ഞിരിക്കുന്ന അറ്റത്തെ ചലാസ അറ്റം എന്ന് പറയാം. ഒരു വീടാണെങ്കിൽ ഡോർ മാത്രം അവിടെ മാത്രം ഓപ്പണിംഗ് ആയിരിക്കും, ബാക്കി വാട്ടർ അടഞ്ഞിരിക്കത്തില്ലേ, അല്ലെ? അപ്പൊ ആ ഡോറിനെ വിളിക്കുന്ന പേര് മൈക്രോപൈല്. ഓക്കെ ആണല്ലോ. ആ മൈക്രോപൈലിന്റെ നേരെ ഓപ്പോസിറ്റ് അറ്റമാണെന്ത്? ചലാസ. ഓക്കെ ആണല്ലോ. മൈക്രോപൈലിന്റെ ബേസ് പോർഷനെ വിളിക്കുന്ന പേരാണ് ചലാസ. ഓക്കെ, കൺക്ലൂഡ് ചെയ്യട്ടെ. കേക്ക്. സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂള് ഫ്യൂണിക്കിൾ which attach ovule with placenta. Junction between funicle and ovule hilum. Protective layer of the ovule called integuments. Mass of cell deposited in the ovule called nucellus. Okay, amalo. Opening end of the ovule called micropyle. Opposite of the micropyle called salasa. Okay, ഇത്രയും പഠിച്ചപ്പോൾ എന്ത് പഠിച്ചു? ഓവ്യൂള് പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കാം? എംബ്രിയോ സാക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.